എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഈ കേബിൾ കാർ. ഹലോ ഗൈസ്, ഇപ്പം ഞാനുള്ളത് ഡാർലിംഗ്ടൺ ടൗൺ സെൻറ്ററിൽ രാവിലെ പുലർച്ചെ 1:30 സമയത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടെയൊക്കെ ആയിരിക്കും ഗൈസ്? ഒന്നുമില്ല, നമ്മൾ ലണ്ടനിലേക്ക് പോവാണ്. 1:30 ബസ് കയറി രാവിലെ ആകുമ്പോൾ ലണ്ടനിലെത്തും. ലണ്ടൻ ഫുൾ ഡേ കറങ്ങാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഗൈസ് മിസ് ചെയ്യേണ്ട, ഈ വ്ലോഗ് മൊത്തം കാണാം. അപ്പോൾ ലണ്ടൻ മൊത്തം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. നമ്മുടെ ബസ് വന്ന് നാഷണൽ എക്സ്പ്രസ് 598 ആണ് നമ്മുടെ ബസ്. അപ്പോൾ ബസ് കയറിയിട്ട് കിടന്നുറങ്ങണം. രാവിലെ ആയാൽ ലണ്ടൻ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം ലണ്ടനിലെത്തി ഗൈസ്. അങ്ങനെ 6 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ലണ്ടനിലെത്തിയിരിക്കുകയാണ്. ലണ്ടനിൽ ഹൈഡ് പാർക്കിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഹൈഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ മോർണിംഗ് വാക്കിന് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. കുറേ ബേർഡ്സിനൊക്കെ കണ്ട് നമുക്ക് ഈ റിവറിൻ്റെ ചുറ്റിലും ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ പറ്റും. ഇതിപ്പോൾ അല്ലേ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കിയിട്ട് വരുന്നതാണ്. പക്ഷെ ഇവിടെ ഫീഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടിക്കേണ്ടി വരും. അപ്പം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേ ബാബുജി എന്താണെന്ന് വെച്ചാൽ, ബാബുജി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സാധനം അവിടെ പാക്ക് ചെയ്ത് പെട്ടി തന്നെ വെച്ചു. അതായത് എടുത്തതോ കുറച്ച് കാലം കഴിഞ്ഞിട്ട്. പക്ഷെ ഒന്നും ആയില്ല കേട്ടോ. എനിക്കൊന്നും ആവില്ലാതുകൊണ്ട് ഒന്നും ആവില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കലുണ്ട്. ഇപ്പോൾ കുറച്ചെടുത്ത് ലണ്ടനിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പം ഇത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ടേസ്റ്റാട്ടോ. ഹൈഡ് പാർക്കിൽ നമ്മളിങ്ങനെ കുറേ നടന്ന് അപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞാൻ അത് കാണിക്കാം. ആംസ്റ്റർഡാമൊക്കെ പോകുന്ന വഴി, പോയാൽ കാണാൻ പറ്റുന്ന വഴി നല്ല അടിപൊളി സ്പോട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല അടിപൊളി ഏരിയ. വെള്ളം ഇങ്ങനെ വീഴുന്നൊക്കെ നോക്കും, നൈസല്ലേ. ഗായ്സ്, നമ്മളിപ്പം ബക്കിംഗ്ഹാം പാലസിന്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാ ദിവസവും രാവിലെ 10 മണിയാവുന്ന സമയത്ത് ഇവിടുത്തെ ഗാർഡ്സ് ചേഞ്ച് ആവും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഗാർഡ്സ് ആണ് ഇവിടെ ഉണ്ടാവും. അപ്പം എല്ലാ ദിവസവും ഈ ടൈം ആവുന്ന സമയത്ത് ഗാർഡ്സ് മാറും. അപ്പം ഗാർഡ്സ് മാറുന്ന ഒരു ഇവന്റിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും, ഗാർഡ്സിന്റെ ആക്ഷൻസ് കാണാൻ പറ്റും. വലിയ ഷിപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ 2 സൈഡും ഇവിടെ ഓപ്പൺ ആവാറുണ്ട്. അതായത് ഈ സൈഡ് പൊക്കാറുണ്ട്, ആ സൈഡ് പൊക്കും. അപ്പൊ ഈ പൊക്കുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ നിൽക്കുന്നത് ഈ പാലത്തിന് 2 സൈഡിലാണ്. അപ്പൊ അടിയിൽ കൂടെ വലിയ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കും. ഞാൻ 2 സൈഡിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഏതോ നൂറ്റാണ്ടിൽ ഇവർ ഉണ്ടാക്കി വെച്ചാണ്. വെൽക്കം ടു ദ കേബിൾ കാർ ലണ്ടൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ കേബിൾ കാറിന്റെ മുന്നിലാണ്. അപ്പം ഞങ്ങൾ ഓൾറെഡി കേബിൾ കാർ കയറാൻ ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. കുറേ വെബ്സൈറ്റ് ഉണ്ട്. അപ്പം അതിൽ IFS ക്ലൗഡ് കേബിൾ കാർ എന്ന് പറഞ്ഞ ടിക്കറ്റിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് വരുന്നത് 13 പൗണ്ടാണ്. അപ്പം ഗൈസ്, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഇപ്പം സൺസെറ്റ് ഒക്കെ ആയി, നമ്മൾ രാത്രി ആയിരിക്കുന്നത്. അപ്പം ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ ഉണ്ടാവും കേബിൾ കാർ കയറിയിട്ട് ഉള്ള വ്യൂ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഗൈസ് നമുക്ക് കയറി വെക്കാം. ഓക്കെ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഈ കേബിൾ കാർ. ഈ ഒരു ഹൈറ്റിൽ നിന്നിട്ട് ലണ്ടൻ സിറ്റി കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. കേബിൾ കാറിന്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചെത്തിയത് പ്രശസ്തമായ ലണ്ടൻ ഐയിലാണ്. ലണ്ടൻ ഐയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ലണ്ടനായി വന്ന സമയത്ത് ഇവിടെ ക്ലോസ്ഡ് ആണ് ഗൈസ്.
എന്താ അറിയില്ല, മഴയാണോണ്ടാണോ അല്ലെങ്കിൽ മോശം വെതർ ആയതുകൊണ്ടാണോ അറിയില്ല, ക്ലോസ്ഡ് ആണ്. നമുക്ക് പക്ഷെ ഇവിടെ നിന്ന് കാണാൻ പറ്റും, അതിന്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ഉള്ളോട്ട് കയറാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഗൈസ്, ഇതാണ് ലണ്ടനായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ദിവസം നിന്ന് നമ്മുടെ ലണ്ടൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളെ ഡാർലിംഗ്ടണിലെത്തി. 24 മണിക്കൂർ, ഏകദേശം 1 മണിയായി. 24 മണിക്കൂർ നീണ്ടുന്ന ഒരു ട്രിപ്പായിരുന്നു. അൽഹംദുലില്ലാ, നല്ലൊരു നൈസ് ട്രിപ്പായിരുന്നു. ഈ ലണ്ടൻ ഞങ്ങൾ മൊത്തം കവർ ചെയ്യാൻ, ഏകദേശം കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി. ജീവിതത്തിൽ നല്ലൊരു കുറേ എക്സ്പീരിയൻസ് ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ലൊരു നൈസ് ട്രിപ്പായിരുന്നു. എല്ലാവർക്കും ലണ്ടൻ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ വീഡിയോൻ്റെ കൂടെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരും. See you guys.